മൊബൈൽ തന്നെ മൊബൈൽ Hello, hi. Hi. My dear friends, online media. First of all, sorry, മാപ്പാക്കണം. അരമണിക്കൂർ ട്രാഫിക്കിൽ കിടന്നു, ഭയങ്കര ഹെവി ട്രാഫിക്. അരമണിക്കൂർ പതിവ് പോലെ ഉത്തരവാദിത്തമില്ലായ്മ, അങ്ങനെ 1 മണിക്കൂർ വൈകിപ്പോയി, ക്ഷമിക്കുക. പിന്നെ ഇപ്പോൾ ന്യൂ ഇയറിൻ്റെ കോർഡിനേഷൻ്റെ ഭാഗമായിട്ട് കുറേ ടെൻഷൻ ടൈമാണല്ലോ, നാളെയാണല്ലോ. കുറച്ച് അറേഞ്ച്മെന്റ്സും കോൺവിളികളായിട്ട് തന്നെ രാവിലെ 7 മണി തൊട്ട് അതിലായിരുന്നു. അപ്പൊ നമുക്ക് എങ്ങനെയാ തുടങ്ങട്ടെ? ഐഡിയ ചോദ്യങ്ങൾ ആയിരിക്കും കുറച്ചുകൂടി ഈസി. എന്തും ചോദിക്കാം. വെന്യൂ ഇല്ല, ഇനി ചേഞ്ച് ചെയ്യാനുള്ള നേരമില്ല, അല്ലെങ്കിൽ നോക്കായിരുന്നു. തൃശ്ശൂര് കോർപ്പറേഷൻ സ്റ്റേഡിയം, പാലസ് റോഡ് അല്ല, പാലസ് ഗ്രൗണ്ട്, തൃശ്ശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയം, അവിടെയാണ് നാളെ 31 ഉച്ചതിരിഞ്ഞ് 6 മണി മുതലാണ്. 4 മണി തൊട്ട് എൻട്രി തുടങ്ങും. ടിക്കറ്റ് വില കുറച്ച്, പ്രത്യേകിച്ച് ശരിക്ക് 500 അത് ക്ലോസ് ചെയ്തു, ഇപ്പൊ 1000 ആണ്. ശരിക്ക് ഇപ്പൊ 5000-ന് വെക്കേണ്ടതാണ്. പക്ഷെ കുറച്ച് കോളേജസ് ഒക്കെ സ്പെഷ്യൽ റിക്വസ്റ്റ് പറഞ്ഞു, സ്റ്റുഡൻസിന് വരാൻ താല്പര്യമുണ്ട്, അതുകൊണ്ട് 1000 രൂപയ്ക്ക് തന്നെ നൽകണം എന്ന് പറഞ്ഞപ്പോൾ ഇനി 1000 രൂപ തന്നെ ആക്കി, കൂട്ടുന്നില്ല. പിന്നെ നാളെ മുതൽ രാവിലെ മുതൽ വെന്യൂല് സൈറ്റിൽ ടിക്കറ്റ്സ് അവൈലബിൾ ആണ്, കൗണ്ടറിൽ. നേരിട്ട് വരുന്നവർക്കും അവിടെ വാങ്ങാവുന്ന. സാർ, രാജ്യം മുഴുവൻ ഇതൊക്കെ ആചരിക്കുമ്പോൾ ഇങ്ങനൊരു പരിപാടി തൃശ്ശൂർ പോലൊരു ജില്ല നടത്തുന്നത് ശരിക്കും പറയാം സർക്കാരിനെ വെല്ലുവിളിക്കുന്ന പോലെ അല്ലേ? അല്ല, ഇത് ആദ്യം ഫിക്സ് ചെയ്ത, അതിനുശേഷമാണ് മരണം ഉണ്ടായത്. നമുക്കറിയില്ലല്ലോ എങ്ങനെയൊക്കെ ഉണ്ടാവുന്നത്. അല്ല, കാരണം കൊച്ചി പോലും കാർണിവൽ പോലും പപ്പാനെ കത്തിക്കുന്ന പോലും മാറ്റിവെച്ചു. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇങ്ങനൊരു ഇത് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞ ഒരു വെല്ലുവിളി പോലല്ലേ? വെല്ലുവിളിയായിട്ട് ഞാൻ സ്വീകരിച്ചിട്ടില്ല. കാരണം ഈ മരണം എപ്പോ വരും, ഞാനാണെങ്കിലും നിങ്ങളൊക്കെ ആണെങ്കിലും ജനനം മരണം, ജനിക്കുമ്പോ കുട്ടി ആണാണോ പെണ്ണാണോ, മരണം എപ്പോൾ, ജനനത്തിനും മരണത്തിനും ഇടയിൽ ആരെ എവിടെ വെച്ച് എപ്പോൾ കണ്ടുമുട്ടുന്നൊന്നും അറിയില്ല. അതുകൊണ്ട് ഇതൊക്കെ സംഭവിച്ചു പോകുന്നതാണ്. പിന്നെ ഓരോ സ്ഥലത്തും നമുക്ക് ഇവരോടൊക്കെ സ്നേഹമുണ്ട്, നമ്മളെ വിട്ടു പോകുന്നതിൽ വിഷമമുണ്ട്. നമുക്ക് അവരെ ഓർക്കാം, അവരെ നല്ല കാര്യങ്ങൾ, അങ്ങനെയാണ്. ഇപ്പോൾ പലരും പല രീതിയിലാണ് അത് എടുക്കുന്നത്. ഓരോ സ്ഥലത്തെ കൾച്ചറാണ് ഓരോരുത്തരുടെ. ഇപ്പൊ ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് ഊട്ടിയിൽ നിന്ന് ഒരു ദിവസം വരികയായിരുന്നു. അപ്പൊ കുറെ ആൾക്കാർ വഴിയിൽ ആഘോഷിച്ച് മുമ്പോട്ട് പോവാണ്. അപ്പോൾ കസാരയിൽ ഒരാളെ ഇരുത്തിയിട്ടുണ്ട്, സിഗരറ്റൊക്കെ കത്തിച്ച് കണ്ണാടിയൊക്കെ വെച്ച് അടിപൊളി, എന്നെ പോലെ ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് ഒരാൾ. അപ്പോൾ മുമ്പോട്ട് പോവാണ്. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ നല്ല രസമാണ്, ചെണ്ടൊക്കെ കൊട്ടി ഡാൻസ് കളിച്ച്, ഞങ്ങൾ ഇറങ്ങി ഡാൻസൊക്കെ കളിച്ച് ഇങ്ങനെ കുറച്ച് ദൂരം പോയി. ചേട്ടാ എന്നൊക്കെ പറഞ്ഞ്, അണ്ണ എന്നൊക്കെ പറഞ്ഞ് ഷെയ്ക്കിൻ്റെ എടുത്തപ്പോഴാണ് കൈ തണുത്തിരിക്കുന്നു. അപ്പോൾ മരിച്ച കേസാണ്. അപ്പോൾ മരിച്ചത് അവർ ആഘോഷമായിട്ട് കൊണ്ടുപോവാണ്. ഒക്കെ നല്ല വീശിക്കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ അമേരിക്ക പോകുമ്പോൾ ഇവിടെ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ കാണുമ്പോൾ ഒരു സർപ്രൈസായി. പിന്നെ അവർ പറയുന്നത് ശരിയാണ്, ഈ വ്യക്തി ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു, ഈ കഷ്ടപ്പാടുകളിൽ നിന്ന് രക്ഷപ്പെട്ടു, അയാൾ രക്ഷപ്പെട്ടു. അയാൾ രക്ഷപ്പെട്ടതിന്റെ സന്തോഷം നമ്മൾ ആഘോഷിക്കുകയല്ലേ വേണ്ടത്, അയാൾ രക്ഷപ്പെട്ടില്ലേ എന്നുള്ളത്. അങ്ങനെയൊക്കെ കാഴ്ചപ്പാടുകൾ നോക്കുമ്പോൾ അതും ശരിയാണ്. എന്നാൽ നമ്മുടെ ഒരു കൾച്ചർ അനുസരിച്ച് നമ്മൾ കരയുകയാണ്. ഇതൊക്കെയാണ്. എന്തായാലും ഇപ്പൊ മുമ്പോട്ട് പോവുകയാണ് അതുമായിട്ട്. വയനാട്ടിൽ നിന്ന് അനുമതി കിട്ടിയിട്ടില്ല എന്നല്ല, വയനാട്ടിൽ നിന്ന് മാറ്റാനുള്ള കാരണം വയനാട്ടിലുള്ള 2 വ്യക്തികൾ ഹൈക്കോർട്ടിൽ ഹർജി കൊടുത്തു. വയനാട്ടിൽ ഇങ്ങനെ മരണം പ്രശ്നങ്ങളൊക്കെ നടന്നിരിക്കുന്ന ഈ സമയത്ത് ഇവിടെ ഇങ്ങനെ ഒരു ആഘോഷം നടത്താമോ, ഇവർക്ക് നടത്താൻ പെർമിഷൻ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് അവർ കൊടുത്തത്.
പക്ഷെ അവര് ബുദ്ധിപൂർവ്വം കൊടുത്തത് അവസാന സമയത്ത് കൊണ്ട് കൊടുത്തു. അപ്പോ കോടതി പറഞ്ഞു, കോടതി സ്റ്റേ ചെയ്തിട്ടില്ല, കോടതി പറഞ്ഞു നടത്തണോണ്ട് വിരോധമില്ല, പക്ഷെ വയനാടിനെ സംബന്ധിച്ച് കളക്ടറുടെ പെർമിഷൻ എടുത്തിട്ട് നടത്താം. അതാണ് ഇപ്പോഴത്തെ അവിടുത്തെ ഒരു രീതി. വയനാടിനെ സംബന്ധിച്ച് ഒരു കമ്മിറ്റി ഉണ്ട്. അപ്പൊ കമ്മിറ്റി പോയി കഴിഞ്ഞപ്പോ ആ പെർമിഷൻ കിട്ടാൻ കുറച്ച് ദിവസങ്ങൾ എടുക്കും. അപ്പൊ അത്രയും ദിവസം മതിയാവില്ല ആ പെർമിഷന്. അവർ സ്ഥലം വന്ന് ഇൻസ്പെക്ട് ചെയ്ത് ഒക്കെ ചെയ്തിട്ട് വേണം എല്ലാ സൗകര്യങ്ങളും ഉണ്ടോ, സേഫ് ആണോ എന്നൊക്കെ നോക്കിയിട്ട്. അപ്പൊ അതിനെന്തായാലും മിനിമം ഒരു ആഴ്ച മിനിമം എടുക്കും. ആ സമയത്തിനുള്ളിൽ അപ്പോഴേക്ക് ഇത് തീർന്നു പോകും. അങ്ങനെ ഒരു ലോക്ക് ഇട്ടിട്ട് സമയമൊക്കെ നോക്കി പണി തരാൻ ഉദ്ദേശിക്കുന്നവര് അങ്ങനെയാണല്ലോ, പണി തരാനാണ്. അവസാനം എന്തായി, കളക്ടർ ഇവരൊക്കെ പറഞ്ഞു പെർമിഷൻ തരാം എന്ന് പറയുമ്പോഴേക്കും അത് 28-ാം തീയതി കഴിയും പെർമിഷൻ കിട്ടാൻ എന്ന് മനസ്സിലായി ആയി വരാൻ. അപ്പൊ അവസാന നേരത്തെ ഇനി എന്തെങ്കിലും പറഞ്ഞ് കിട്ടിയില്ലെങ്കിലോ എന്ന് ഓർത്തിട്ട് അത് നേരത്തെ കൂട്ടി ഇങ്ങോട്ട് മാറ്റി, റിസ്ക് എടുക്കാതെ. അപ്പൊ പണി തന്നതാണ്, ഞാൻ പണി സ്വീകരിച്ചിരിക്കുന്നു. പക്ഷെ ഒരു വിഷമമുള്ളത്, അവിടെ റിസോർട്ട് ഓണേഴ്സ് എന്നെ വിളിച്ചിട്ട് സങ്കടം പറയാം. കാരണം എല്ലാ റിസോർട്ടും ഫുള്ളായി. അപ്പോൾ ബോച്ചയുടെ ഈ സൺബേൺ മാറുന്നു എന്ന് പറഞ്ഞപ്പോൾ റിസോർട്ട് ക്യാൻസലേഷൻസ് വന്നു തുടങ്ങി. അപ്പോൾ ബോച്ച എങ്ങനെയെങ്കിലും നടത്താൻ പറ്റുമോ? ഞാൻ പറഞ്ഞു ഞാൻ എന്ത് ചെയ്യാനുള്ളത്. അതുപോലെ കഴിഞ്ഞ പ്രാവശ്യം അവിടെ നടത്തി കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് വന്നിട്ട് മേപ്പാടി അവിടെ വയനാട്ടിലും ഓൾമോസ്റ്റ് ആ ഏരിയയിലുള്ള എല്ലാ കടകളിലെ മിനറൽ വാട്ടർ പോലും തീർന്നു പോയി. അവരെന്നോടൊപ്പം ഒന്ന് നന്ദി പറഞ്ഞു. 1 മാസത്തെ കച്ചവടം ഞങ്ങൾക്ക് കിട്ടി ബോച്ചെ. അത്രയും വലിയ ഉത്സവമായിരുന്നു. അപ്പോൾ ടൂറിസം, കടക്കാർക്കും വയനാട്ടുകാർക്കും എല്ലാവർക്കും നല്ലൊരു കാര്യമാണ്. പക്ഷെ ഈ 2 വ്യക്തികൾ അതൊന്നും ചിന്തിക്കുന്നില്ല. പിന്നെ അതിന് മാത്രമല്ല, ഇപ്രാവശ്യത്തെ നടത്തുന്നത് ഒരു നല്ല ഉദ്ദേശം ഉണ്ടായിരുന്നു. ഇതിൽ നിന്ന് കിട്ടുന്ന 10-25 ലക്ഷം ലാഭം വയനാട്ടിലെ ചൂരൽമല, മുണ്ടക്കായി അവിടെ ഈ ദുരന്തത്തിൽപ്പെട്ടവർക്ക് കൊടുക്കാനും 100-400 പേര് സൗജന്യ പാസിലൂടെ അവിടെ കൊണ്ടിരുത്തി, മുമ്പിലിരുത്തി അവരെ കൊണ്ട് ഇതിന്റെ ഭാഗമാകാനും അവരുടെ പ്രശ്നങ്ങളൊക്കെ മറക്കാൻ ശ്രമിക്കണല്ലോ. ഒരു മാനസിക ഉല്ലാസം. ഇതൊക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ വീണ്ടും ഒരു ദുഃഖത്തിൽ ആഴ്ത്തല്ല വേണ്ടത്. നമ്മളൊക്കെ മറക്കണം. മറവി മനുഷ്യർക്ക് ഉള്ളതാണ്, അതൊരു സിസ്റ്റമാണ്, പ്രക്രിയ ഉള്ളതാണ്, പാർട്ട് ഓഫ് സയൻസ് ആണ്. അപ്പൊ അതിലേക്ക് ഒക്കെ കൊണ്ടുവരാൻ നല്ലൊരു ഉദ്ദേശത്തിൽ വേണ്ടി 1 രൂപ പോലും ലാഭം എടുക്കാതെ ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് പ്ലാൻ ചെയ്തത്. പിന്നെ ഇതൊക്കെ എനിക്കൊരു പാഷനാണ്. ചില ബിസിനസ്സൊക്കെ ഞാൻ ചെയ്യാറുണ്ടെങ്കിലും ചില സംഭവങ്ങളൊന്നും ലാഭനഷ്ടം നോക്കിയിട്ടൊന്നുമില്ല, അങ്ങോട്ട് നടത്തുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നടത്തിയത് ടിക്കറ്റ് ഇല്ലാണ്ടാണ്. അപ്പോൾ 40 ലക്ഷം രൂപ കയ്യിൽ നിന്ന് ചെലവാക്കിയിട്ടാണ് ഞാൻ കഴിഞ്ഞ ന്യൂ ഇയർ നടത്തി. ഫ്രീ കൊടുക്കണ്ടെന്ന് ചോദിച്ചു. കാരണം ഫ്രീ കൊടുക്കുമ്പോൾ ബിയോണ്ട് ദ ലിമിറ്റ് ആൾക്കാർ വരികയാണ്. ടിക്കറ്റ് വയ്ക്കുമ്പോൾ നമുക്കൊരു 5000 അല്ലെങ്കിൽ അതിനുള്ളിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു അബദ്ധം പറ്റിയത്, കഴിഞ്ഞ പ്രാവശ്യം ട്രാഫിക് ബ്ലോക്കായി, കുറേ ട്രാഫിക് ബ്ലോക്കായിട്ട് ഒരുപാട് പേര് കുടുങ്ങിപ്പോയി. അതുകൊണ്ട് ഇപ്രാവശ്യം എസ്റ്റേറ്റിനകത്ത് ബോച്ചെ 1000 ഏക്കറിൽ 60ഓളം കിലോമീറ്റർ റോഡാണ് കിടക്കുന്നത്. എത്ര 1000 വണ്ടി വന്നാലും അതിൻ്റെ ഉള്ളിൽ കയറ്റിയാൽ പാർക്ക് ചെയ്യാം. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഗേറ്റ് ലോക്ക് ചെയ്തിട്ട് അവർ വിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായി. അപ്പൊ അത് രണ്ടും കറക്റ്റ് ചെയ്തിട്ട് ഇപ്രാവശ്യമൊക്കെ വെൽ പ്ലാൻഡ് ആയിരുന്നു. പക്ഷെ ഇല്ല, അവസാനം പെർമിഷനൊക്കെ കിട്ടി.